നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എംബസി 2024 ജൂലൈ 26 ഇന്നലെ ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കുര്യൻ ജേക്കബ്, എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ടീമും കോൺസുലർ ടീമും ഒപ്പം പാനൽ അഭിഭാഷകരും പങ്കെടുത്ത ഓപ്പൺ ഹൗസ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ഭാഷകളിലാണ് നടന്നത്. ഓപ്പൺ ഹൗസിൽ 50-ലധികം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു. വർക്ക് മന്ത്രാലയത്തിന്റെയും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിന്റെയും ഏകോപനത്തിൽ 2024 ഓഗസ്റ്റ് 2 എംബസി പരിസരത്ത് നടക്കുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ കുറിച്ച് അംബാസിഡർ വിശദീകരിച്ചു. കമ്മ്യൂണിറ്റി അംഗങ്ങളോട്, പ്രത്യേകിച്ച് ഡ്രൈവർമാർ, മോട്ടോർ സൈക്കിൾ യാത്രക്കാർ പരിപാടിയിൽ വൻതോതിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. സെക്കൻഡ് സെക്രട്ടറി, വെൽഫെയർ ഒഫീഷ്യൽസ് തുടങ്ങിയവർ തടവുകാരുമായി സംവദിക്കാനും അവരുടെ ക്ഷേമനില ഉറപ്പാക്കാനും ജയിൽ സന്ദർശിച്ചു. എംബസി ഇസ ടൗണിലെ വനിതാ തടങ്കൽ കേന്ദ്രം സന്ദർശിക്കുകയും ജയിലിലുള്ള തടവുകാർക്ക് 15 സപ്പോർട്ട് കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. മനാമയിൽ അടുത്തിടെയുണ്ടായ തീപിടുത്തത്തിൽ ദുരിതമനുഭവിക്കുന്ന 6 പേർക്ക് എംബസി വിമാന ടിക്കറ്റ് നൽകി. പ്രാദേശിക അധികാരികൾ ഭർത്താവിനെ നാടുകടത്തിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ഒരു സ്ത്രീക്കും 2 കുട്ടികൾക്കും എംബസി വിമാന ടിക്കറ്റുകളും നൽകി. നിരവധി കോൺസുലാർ ക്ഷേമകാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ എംബസിയുമായി സഹകരിച്ചതിന് ഇന്ത്യൻ സമൂഹത്തെയും സംഘടനകളെയും അംബാസിഡർ അഭിനന്ദിച്ചു. ഇന്ത്യൻ സമൂഹത്തിന്റെ പരാതികൾ, പ്രശ്നങ്ങൾ വിജയകരമായി പരിഹരിക്കപ്പെട്ടു. ചിലത് ഓപ്പൺ ഹൗസിൽ പരിഹരിച്ചു, മറ്റുള്ളവ എത്രയും വേഗം ഏറ്റെടുക്കും. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ബസ്മതി അരി, സംസ്കരിച്ച ഭക്ഷണം, മൃഗ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്കാരെ പ്രതിനിധീകരിച്ച് 27 അംഗങ്ങൾ ഇന്ത്യൻ പ്രതിനിധി സംഘം ജൂലൈ 24, 25 തീയതികളിൽ ബഹ്റൈൻ സന്ദർശിച്ചു. ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ബഹ്റൈൻ ഇന്ത്യ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ ബഹ്റൈൻ എംബസി ജൂലൈ 25 BCCIയുടെ പരിസരത്ത് B2B മീറ്റിംഗ് സംഘടിപ്പിച്ചു. B2B മീറ്റിംഗിൽ 100-ലധികം ബഹ്റൈൻ വ്യവസായികൾ പങ്കെടുത്തു. B2B യോഗങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം ഹിസ് എക്സലൻസി BCCI ചെയർമാൻ സമീർ അബ്ദുള്ള നാസ്, ഹിസ് എക്സലൻസി ബഹ്റൈൻ ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപക ചെയർമാൻ അബ്ദുൽ നബി അൽ ഷോല, ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ഹൈറത്ത് അൽ നഖ്ല അഥവാ ഈന്തപ്പനകളുടെ സമ്മാനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ ഉത്സവം ഓഗസ്റ്റ് 1 മുതൽ 3 വരെ ഖൂറത്ത് ആലിയിലെ ഫാർമേഴ്സ് മാർക്കറ്റിൽ നടക്കും. ഹൈറത്ത് അൽ നഖ്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഉത്സവം ഈന്തപ്പനയുടെ പ്രാധാന്യം എടുത്തുകാട്ടുകയും ബഹ്റൈനിലെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് സമ്മാനിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രദർശന സമയം. ബഹ്റൈനിലെ ഫാർമേഴ്സ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സഹകരണത്തോടെ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റാണ് അറബിയിൽ ഈന്തപ്പനയുടെ അനുഗ്രഹം എന്ന് അർത്ഥമാക്കുന്ന വാർഷിക സാംസ്കാരിക പൈതൃകോത്സവമായ ഹൈറത്ത് അൽ നഖ്ല ഈന്തപ്പനയുടെ സമ്മാനങ്ങൾ സംഘടിപ്പിക്കുന്നത്. BOC വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് ഈസ ബിൻ അലി അൽ ഖലീഫയെ ഒളിമ്പിക്സിനുള്ള ബഹ്റൈൻ പ്രതിനിധി സംഘത്തലവനായി നിയമിച്ചു. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി GSA ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക്സ് കമ്മിറ്റി BOC പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയാണ് ചുമതലപ്പെടുത്തിയത്. യൂത്ത് സിറ്റി 2030 13ാം എഡിഷൻ എക്സിബിഷൻ വേൾഡിൽ തുടങ്ങി. തംകീനിന്റെ പങ്കാളിത്തത്തോടെയാണ് 1 മാസം നീളുന്ന എക്സിബിഷൻ. യൂത്ത് സിറ്റി 2030ന്റെ 13ാം പതിപ്പ് സെല്ലാക്കിലെ എക്സിബിഷൻ വേൾഡിൽ തുടങ്ങി. ഹമദ് രാജാവിന്റെ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് പ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് യൂത്ത് സിറ്റി 2030 നടക്കുന്നത്. തംകീനിന്റെ പങ്കാളിത്തത്തോടെയാണ് 1 മാസം നീളുന്ന യൂത്ത് സിറ്റി 2030 യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്നത്. യുവാക്കളെ പരിശീലിപ്പിച്ച് തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ വിധത്തിൽ സജ്ജമാക്കുക എന്നതാണ് ഉദ്ദേശം. യൂത്ത് സിറ്റി 2030ലേക്ക് യുവജനകാര്യ മന്ത്രി റവാൻ ബിൻ നജീബ് തൗഫീഖി യുവാക്കളെ സ്വാഗതം ചെയ്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷന്റെ പ്രവർത്തനം ഗൾഫ് മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നു. പ്രവാസികൾക്കിടയിൽ വായനയും എഴുത്തും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രിയദർശിനി പബ്ലിക്കേഷൻ കോർഡിനേറ്റർമാരെ നിയമിച്ചു. OICC ദേശീയ ജനറൽ സെക്രട്ടറി സെയ്ദ് MS-നെ ബഹ്റൈൻ കോർഡിനേറ്റർ ആയി തെരഞ്ഞെടുത്തതായി KPCC ജനറൽ സെക്രട്ടറിയും പ്രിയദർശിനി പബ്ലിക്കേഷൻ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് പഴകുളം മധു അറിയിച്ചു.
പ്രവാസി മലയാളികൾക്കിടയിൽ സാഹിത്യ അഭിരുചി വളർത്തിയെടുക്കുകയാണ് ഗൾഫിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിലൂടെ പ്രിയദർശിനി പബ്ലിക്കേഷൻ ലക്ഷ്യമിടുന്നത്. സാഹിത്യ സാംസ്കാരിക ചടങ്ങുകൾ സംഘടിപ്പിക്കുക, പുസ്തകമേളകൾ സംഘടിപ്പിക്കുക, പ്രവാസികളുടെ മക്കൾക്കിടയിൽ എഴുത്തിനെയും വായനയെയും പ്രോത്സാഹിപ്പിക്കുക, ദേശീയ നേതാക്കന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പുസ്തകങ്ങൾ പ്രവാസി സമൂഹത്തിന് ലഭ്യമാക്കുക, ഫാസിസ്റ്റ് വിരുദ്ധരായ എഴുത്തുകാർ അരികുവൽക്കരിക്കപ്പെടുന്നതിനെ പ്രതിരോധിക്കുക തുടങ്ങിയവയും പ്രിയദർശിനി പബ്ലിക്കേഷന്റെ ലക്ഷ്യങ്ങളാണ്. സംഘടനയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിലും നിരവധിയായ സാഹിത്യ സാംസ്കാരിക ചടങ്ങുകൾ സംഘടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്ന് ബഹ്റൈൻ കോർഡിനേറ്റർ സെയ്ദ് എം.എസ്. പറഞ്ഞു. ബഹ്റൈനിൽ നിരവധി മികച്ച എഴുത്തുകാരും വായനക്കാരുമുണ്ട്. അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനാണ് ശ്രമിക്കുന്നത്. എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുവാനുള്ള സൗകര്യം സംഘടന ചെയ്തു കൊടുക്കും. കൂടാതെ എഴുത്തിന്റെയും വായനയുടെയും വഴിയിലേക്ക് പുതിയ പ്രവാസി തലമുറയെയും കൊണ്ടുവരുന്നതിന് വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ച് സംഘടന നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ കഴിഞ്ഞ് മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കാതെ ഏകാന്തത അനുഭവിക്കുന്ന പ്രവാസികളെ വായനയുടെ പുതിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനും മാനസിക സംഘർഷം ഇല്ലാതെയാക്കി മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. പ്രസ്തുത ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അക്ഷരസ്നേഹികളായ മുഴുവൻ ബഹ്റൈൻ പ്രവാസികളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും സെയ്ദ് എം.എസ്. അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് പോകാം. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. വാർത്തകൾ തുടരുന്നു. സൗദി പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സാലറി സർട്ടിഫിക്കറ്റുകൾ ഇനി സൗജന്യമായി ലഭിക്കും. സൗദിയിൽ നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും സാലറി സർട്ടിഫിക്കറ്റും സൗജന്യമായി ലഭിക്കുന്ന പുതിയ സംവിധാനം വരുന്നു. രാജ്യത്തെ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന ഖിവ പോർട്ടൽ വഴിയാണ് ഈ സേവനങ്ങൾ ലഭിക്കുക. സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. യാതൊരു നിബന്ധനകളുമില്ലാതെ പൂർണ്ണമായും സൗജന്യമായാണ് ഈ സേവനം ലഭ്യമാക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിലിനായി ഈശ്വർ മാൽപേ സംഘത്തിന് ഔദ്യോഗിക അനുമതി ഇല്ല. സ്വന്തം റിസ്കിൽ ഡൈവിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാർവാർ MLA
സതീഷ് കൃഷ്ണ സെയിൽസ് ഇടപെട്ട് മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകി. ഗംഗാവാലിയിലെ അടിയൊഴുക്ക് ശക്തമായതിനാലാണ് ഔദ്യോഗിക അനുമതി നൽകാത്തത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇടപെടാൻ നേവിക്ക് നിർദ്ദേശം കളക്ടർ നൽകിയിട്ടുണ്ട്. അർജുന്റേതെന്ന് കരുതുന്ന ട്രക്ക് ഉണ്ടെന്ന് ഉറപ്പിച്ച പോയിന്റ് നമ്പർ 4-ലാണ് പരിശോധനകൾ നടക്കുന്നത്. 3 തവണ ഡൈവ് നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 4ാം ഘട്ട പരിശോധനകൾ പുരോഗമിക്കുകയാണ്. 20-ലേറെ നിർണായക രക്ഷാദൌത്യത്തിൽ പങ്കാളിയായിട്ടുള്ള വിദഗ്ധനാണ് ഈശ്വർ മാൽപേ. ഗംഗാവാലി പുഴയെ നന്നായി അറിയുന്ന പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി സംഘവും മാൽപേയുടെ സംഘത്തിനൊപ്പമുണ്ടെന്നാണ് വിവരം. അർജുൻ സഞ്ചരിച്ച ട്രക്കിന്റെ ചിത്രം ഗംഗാവലി പുഴയിലെ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചെന്ന് ക്യാൻവർ MLA സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെരിഞ്ഞ നിലയിലാണ് ട്രക്കെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. റഡാർ സോണൽ സിഗ്നലുകൾ കണ്ട സ്ഥലത്തു നിന്നാണ് ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലാണ് നദിയിൽ നിർണായക ദൌത്യം നടക്കുന്നത്. നദിക്ക് നടുവിലെ മൺകൂനയിൽ നിന്നും ആഴത്തിലേക്ക് പരിശോധന നടത്താൻ ശ്രമിക്കുകയാണ് ലക്ഷ്യം. വടം ഉപയോഗിച്ച് ശരീരത്തിൽ ബന്ധിച്ച ശേഷമാണ് ഡൈവർമാർ ഇറങ്ങിയത്. കേരള സർക്കാർ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചാൽ എയിംസ് അനുവദിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ബജറ്റിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകി എന്നും ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബജറ്റിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് പ്രാധാന്യം നൽകി എന്നും വകയിരുത്തിയ തുക സംസ്ഥാനം പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ചെമ്മീൻ കർഷകർക്ക് ആശ്വാസകരമായ രീതിയിൽ കയറ്റുമതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കേരളത്തിൽ യൂണിറ്റ് ആരംഭിക്കുന്നതായി മന്ത്രി P. രാജീവ്. കൊച്ചിയിലാണ് യൂണിറ്റ് തുടങ്ങുന്നത്. 250 പേർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കാനാണ് കമ്പനിയുടെ തീരുമാനമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞു. 1970-ൽ ഇറ്റലിയിൽ സ്ഥാപിച്ച അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയാണ് MSC. ഇപ്പോൾ ജനീവയാണ് ആസ്ഥാനം. ആഗോള കണ്ടെയ്നർ കപ്പൽ വ്യവസായത്തിന്റെ 19.7% നിയന്ത്രിക്കുന്നത് ഈ കമ്പനിയാണ്. 790-ലധികം കണ്ടെയ്നർ വെസലുകൾ കമ്പനിക്ക് കീഴിലുണ്ട്. 55 രാജ്യങ്ങളിലായി 524 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. 1 ലക്ഷത്തിലധികം ജീവനക്കാർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം ചൈനയ്ക്ക്. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി ചൈന. ഷൂട്ടിംഗ് 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം ഇനത്തിൽ ആണ് ചൈന സ്വർണം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയ്ക്ക് വെള്ളി, കസാഖിസ്ഥാൻ വെങ്കലവും നേടി. 2ാം സ്വർണവും ചൈന തന്നെയാണ് നേടിയത്. വനിതകളുടെ സിൻക്രണൈസ്ഡ് ഡൈവിലാണ് 2ാം സ്വർണം. അമേരിക്ക വെള്ളിയും ബ്രിട്ടൻ വെങ്കലവും നേടി. ഹോങ് യുറ്റിങ് ഷെങ് ലിയാഹോ സഖ്യം ആണ് ചൈനയ്ക്ക് ആദ്യ സ്വർണം സമ്മാനിച്ചത്. ദക്ഷിണ കൊറിയയ്ക്കാണ് ഈ ഇനത്തിൽ വെള്ളി. അവരുടെ കെം ജി ഹിയോൻ പാർക്ക് ഹഹും സഖ്യം ആണ് അവർക്കായി വെള്ളി നേടിയത്. സംസ്ഥാനത്ത് മഴ 5 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കേരള തീരത്ത് നാളെ ഞായറാഴ്ച രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ ഇടവിട്ടുള്ള തോതിലുള്ള ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതകളാണ് അധികൃതർ നൽകുന്നത്. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.